ഹായ് മക്കളെ, 2026 കീം ക്രാക്ക് ചെയ്ത് കേരളത്തിലെ ഏറ്റവും മികച്ച എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഫാർമസി കോളേജുകളിൽ അഡ്മിഷൻ എടുക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് നിങ്ങൾ. +2 ബോർഡ് എക്സാമിന് ശേഷമുള്ള സമയം കൊണ്ട് നമുക്ക് കീമിന് പഠിച്ചെടുത്ത് കീമിലൊരു മികച്ച റാങ്ക് കരസ്ഥമാക്കാം എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നെങ്കിൽ ഞാനൊരു സത്യം പറയട്ടെ, അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല. കാരണം നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ, എത്ര ചാപ്റ്റേഴ്സാണ് കീം എക്സാമിനുള്ളത്? +1ലെയും +2ലെയും ചേർത്ത് 64 ചാപ്റ്റേഴ്സ് ഉണ്ട്. ഫിസിക്സിലെയും കെമിസ്ട്രിയിലെയും മാത്സിലെയും അടക്കമാണെങ്കിൽ മൊത്തം ചാപ്റ്റേഴ്സാണ് ഞാൻ പറഞ്ഞത്. ഈ 64 ചാപ്റ്റേഴ്സ് പഠിക്കാൻ ബോർഡ് എക്സാമിന് ശേഷം നമുക്ക് എത്ര സമയം ഉണ്ടെന്ന് അറിയോ? ലെസ് ദാൻ 15 ഡേയ്സ്, 15 ദിവസത്തിലും താഴെ മാത്രം സമയം നമുക്കുള്ളൂ. നമുക്ക് എങ്ങനെയാണ് 15 ദിവസത്തിലും താഴെയുള്ള ദിവസങ്ങൾ കൊണ്ട് ഇത്രയും ചാപ്റ്റേഴ്സ് പഠിച്ചെടുത്ത് കീമ് പോലൊരു കോമ്പറ്റീറ്റീവ് എക്സാമിന് ഒരു മികച്ച റാങ്ക് കരസ്ഥമാക്കാൻ പറ്റുക? ഒരിക്കലും പ്രാക്ടിക്കലി അത് പോസിബിൾ അല്ല, അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ അതിനൊറ്റ വഴിയുള്ളൂ. +2 ബോർഡ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നതിനോടൊപ്പം തന്നെ, അതായത് എത്രത്തോളം നേരത്തെ നിങ്ങൾക്ക് കീമിന്റെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമോ അത്രയും നേരത്തെ നിങ്ങൾ കീമിന്റെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യണം. എന്ന് വെച്ചാൽ ഇപ്പോൾ തന്നെ നമ്മൾ കീമിന് പ്രിപ്പയർ ചെയ്ത് തുടങ്ങണം എന്നർത്ഥം. ഇപ്പൊ നമ്മൾ എങ്ങനെ കീമിന് പ്രിപ്പയർ ചെയ്യുക? കാരണം ബോർഡ് എക്സാം അല്ലേ വരാൻ പോകുന്നത്. അതെ, ബോർഡ് എക്സാമിനൊപ്പം നിങ്ങളെ കീമിന് കൂടി പ്രിപ്പയർ ചെയ്യിപ്പിക്കാൻ സൈലം ഒരു പ്ലാൻ അവതരിപ്പിക്കുന്നുണ്ട്. സൈലം കീം എൻഡ് ഗെയിം 2026. അതായത് ഓൺലൈനായി നിങ്ങൾക്ക് കീം എക്സാമിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ നൽകുന്ന ഒരു ബാച്ചാണ് കീം എൻഡ് ഗെയിം എന്ന് പറയുന്നത്. കീം എൻഡ് ഗെയിമിൽ ഇപ്പോൾ ജോയിൻ ചെയ്യുന്ന ആളുകൾക്ക് ബോർഡ് എക്സാം റിവിഷൻ ബാച്ചിലേക്ക് ഫ്രീ ആക്സസ് കൂടിയുണ്ട്. അപ്പോൾ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ബോർഡ് എക്സാമിന് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാം, അതിനൊപ്പം കീം 2026 പ്രിപ്പയർ ചെയ്യാം. അതല്ല, നിങ്ങൾ ബോർഡ് എക്സാമിന് ശേഷം മാത്രമേ കീമിലേക്ക് ഫോക്കസ് ചെയ്യുന്നുള്ളൂ എങ്കിൽ മക്കളെ, ഒരിക്കലും കീമിൽ ഒരു മികച്ച റാങ്ക് സ്വന്തമാക്കുക എന്നുള്ളത് നിങ്ങളുടെ സ്വപ്നം മാത്രമായിട്ട് അവശേഷിക്കും. കാരണം ഞാൻ പറഞ്ഞതെല്ലാം അതിൻ്റെ ഒരു റിയാലിറ്റിയാണ്. അതിൽ നമ്മൾ നേരിടാൻ പോകുന്ന മറ്റൊരു പ്രശ്നം എന്താണെന്ന് അറിയുമോ? +1ലും +2ലും ഉള്ള ചാപ്റ്ററുകൾക്ക് ഒരേ വെയിറ്റേജ് ആണ് കീം എക്സാമിന് ഉണ്ടാവുക. അപ്പോൾ നമുക്കറിയാം, +2 നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, നമ്മുടെ ഓർമ്മയിലൊക്കെ ഉണ്ടാവും, കാരണം ബോർഡ് എക്സാമിന് വേണ്ടി നമ്മൾ പഠിക്കുന്നുണ്ട്. പക്ഷേ +1ന്റെ അവസ്ഥ അതല്ല. +1 നമ്മൾ പഠിച്ചിട്ട് കുറേ നാളായി. അത് നമ്മൾ +1 ബോർഡ് എക്സാം കഴിഞ്ഞോടുകൂടി അവിടെ നമ്മൾ ഇട്ടിട്ട് പോകുന്നതാണ്, അല്ലേ? നമ്മുടെ ഓർമ്മയിലോ നമ്മുടെ മെമ്മറിയിലോ +1 ചാപ്റ്റേഴ്സ് ഉണ്ടാവില്ല. അപ്പോൾ അതും നിങ്ങൾ നേരിടാൻ പോകുന്ന വലിയൊരു പ്രശ്നമാണ്. അപ്പോൾ അങ്ങനെ ഏത് രീതിയിൽ നമ്മൾ നോക്കിയാലും കീം 2026 ക്രാക്ക് ചെയ്യണമെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്, ഇപ്പം തന്നെ നിങ്ങൾ നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, സോ ഇനിയും മടിച്ചു നിൽക്കരുത്. ഇനി ആലോചിച്ച് നിന്ന് കഴിഞ്ഞാൽ കീം 2026 എന്ന് പറയുന്നത് നമ്മുടെ കയ്യിൽ നിന്ന് വഴുതി പോകും. സോ എത്രയും പെട്ടെന്ന് കീം എൻഡ് ഗെയിമിലേക്ക് ജോയിൻ ചെയ്യുക. അടിപൊളിയായി നമുക്ക് ബോർഡ് എക്സാമിനും കീമിനും വേണ്ടി പ്രിപ്പയർ ചെയ്യാം. സോ ഓൾ ദി ബെസ്റ്റ്.